ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ പ്രീതിയെ കൊണ്ട് ആ പേപ്പേഴ്സിലൊക്കെ ഒപ്പിടിപ്പിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി എത്തുന്നുണ്ട്. അല്ല, എന്തിനാ എന്നെ കൊണ്ട് ഈ പേപ്പറിലൊക്കെ സൈൻ ചെയ്യിപ്പിച്ചേ? അതിനുത്തരം നമ്മുടെ ശ്രുതിയാണ് കേട്ടോ പറയുന്നത്. അതേച്ചി, അത് ഓഫീസിലെ പേപ്പേഴ്സാണ്. അതെ, തികച്ചും ഒഫീഷ്യൽ എന്ന് അശ്വിനും പറയുന്നുണ്ട്. അല്ല, എന്തിനാ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചേ? നമ്മളൊരു ബദാം ഹൽവയുടെ ഫാക്ടറി തുടങ്ങാൻ പോവാണ്. അത് നമ്മുടെ രണ്ടാളെയും പേരിലായിരിക്കണം എന്നാ സാറ് പറയുന്നത്. ഏയ്, അതൊന്നും വേണ്ട, നിങ്ങളുടെ പേരിലായാൽ മതിയല്ലോ എന്നിങ്ങനെ പറയാട്ടോ പ്രീതി. അല്ലേ സാർ? അതെ, പേപ്പറൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോവാണേ. അശ്വിൻ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ പ്രീതിയോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇവിടെ ഞാനുള്ളപ്പോൾ ഒരു സങ്കടവും ഉണ്ടാവില്ല. നീ എന്തിനാ ശ്രുതി എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കണം നേരത്തെ. ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ, അനിയത്തി ഇവിടെ എത്തുമ്പോൾ അനിയത്തിയും ഏടത്തിയും കൂടെ എന്തെങ്കിലും ഒരു ഡ്രാമ പ്ലാൻ ചെയ്യുമെന്ന്. എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശിയും അഞ്ജലിയും വരുന്നുണ്ട്. ശ്രുതി, നീ എന്താ ഇത്ര ലേറ്റായത്? അത് പിന്നെ മുത്തശ്ശി, നോക്ക്, ഒരു കാര്യം, നീ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാനോ അതുപോലെ പോയാൽ ലേറ്റായാലോ ഇവിടെയുള്ളവരെ കാര്യകാരണ സഹിതം അറിയിക്കണം എന്ന് പറയാട്ടോ. അതിന് ഒപ്പം തന്നെ നമ്മുടെ മനോരമ പറയുന്നുണ്ട്, പണ്ട് നീ ഇവിടുത്തെ സെർവൻ്റ് ആയിരുന്നു, അപ്പോൾ നിനക്ക് വരാം പോകാം എവിടെ വേണമെങ്കിലും തെണ്ടിത്തിരിയാം. പക്ഷേ ഇപ്പോൾ നീ ഇവിടുത്തെ ഡോട്ടർ ഇൻ ലോ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ഡീസൻസ് നിന്റെ പോക്കുവരവിലും കാണിക്കണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി വന്നിട്ട് സ്കൂട്ടാക്കുകയാണ് കേട്ടോ അവരെ. അതേ ശ്രുതി, നമ്മുടെ ഹോളി ഇങ്ങനെ അടുത്ത് വരെയല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയെയും പ്രീതിയെയും കൂട്ടിക്കൊണ്ട് പോവാണേ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചേച്ചി സൈൻ ചെയ്ത പേപ്പർ അയാളുടെ കയ്യിലെടുത്തോളം കാലം പേടിക്കണം, അതെങ്ങനെയെങ്കിലും കൈക്കലാക്കി നശിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണേ. അതിനുശേഷം നമ്മുടെ മനോരമയാണെങ്കിൽ മോഹനനോട് റൂമിൽ ചെന്ന് പറയുന്നുണ്ട്, പ്യാരിയുടെ സമയം. അയാളുടെ സമയത്തിന് ഇപ്പം എന്താ കുഴപ്പം? അയാൾ സിംഗപ്പൂരിൽ ബിസിനസ് നടത്തി പൊട്ടി പാളീസായതല്ലേ. ആ സമയത്ത് അയാളുടെ മോളങ്ങ് മോഡലായി, അതോടെ അയാളുടെ സമയം തെളിഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ എന്നിട്ട് അയാൾ പറഞ്ഞത് അയാൾ ഡയമണ്ട് ബിസിനസ് ചെയ്ത് പച്ച പിടിച്ചെന്നാണല്ലോ. അതെ, എങ്കിലും ഈ ഡയമണ്ട് ബിസിനസ് ഒക്കെ നടത്താനുള്ള ക്യാഷ് മോള് അഡ്മിനിസ്ട്രേഷൻ മോഡലായപ്പോഴാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ അല്ല മനോരമേ, അഡ്വർടൈസ്മെൻറ്റ് അതല്ലേ ഉദ്ദേശിച്ചേ. എൻ്റെ മോഹനേട്ടാ, അപ്പോഴും നിങ്ങൾക്ക് എന്നെ തിരുത്തുന്നതിലാണല്ലോ കാര്യം. അവരുടെ കയ്യിലൊക്കെ പൂത്ത കാശ മോഹനേട്ടാ, അതിനിപ്പം നിനക്കെന്താ മനോരമേ? അങ്ങനെയുള്ള ഒരു മരുമകളെയായിരുന്നു ഞാൻ എൻ്റെ മകന് വേണ്ടി കരുതിയിരുന്നത്. എന്നിട്ടിപ്പോൾ എന്തു സംഭവിച്ചു? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു നത്തോലി പെണ്ണിനെ കെട്ടേണ്ടി വന്നു. പ്രീതിയെക്കുറിച്ച് ഞാൻ അങ്ങനെ കരുതുന്നില്ല. പിന്നെ സമ്പത്തിൻ്റെ കാര്യമാണെങ്കിൽ സ്വഭാവമാണ് മനോരമയെ ഏറ്റവും വലിയ സമ്പത്ത്. സ്വഭാവം പുഴുങ്ങി തിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ. കാശിന് കാശ് തന്നെ വേണം. എൻ്റെ മോൻ ആകാശ് ആ ലിസിയെ കെട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായേനെ. നീ എന്താ ആകാശിനെ കൊണ്ട് വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ പോവാണോ? അതെ, അവനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെയുണ്ടല്ലോ ഒരു മരുവാൾ, അവളെ ഞാൻ കെട്ടിക്കും. ഇങ്ങനെയൊന്നും പറയാതെ മനോരമ. തുടർന്ന് നമ്മുടെ പ്രീതി അവിടെ സോഫയിലിരുന്ന് ഇങ്ങനെ തുന്നുന്ന സമയത്ത് നമ്മുടെ മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രീതിയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇവളെന്താ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ആക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ പ്രീതി മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ അതിൻ്റെ ഡോസ് 2 ദിവസത്തേക്ക് കൊടുക്കായിരുന്നു. അവൾ മിണ്ടാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് മിണ്ടിയാൽ അത് മോശമാവില്ലേ? ഇനി ഇവൾ ശരിക്കും പാവാണോ? ഇവളിനി നല്ല കുട്ടി ആയിരിക്കുമോ? നല്ല മരുമകൾക്കുള്ള ലക്ഷണം എന്താന്ന് സെർച്ച് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഫോണിലെടുത്ത് നോക്കുന്നുണ്ട്. വിനയവും അച്ചടക്കവും പാലിക്കണം. അതിവൾക്കുണ്ട്. ഈശ്വരഭക്തി, ബഹുമാനം. ഈശ്വരഭക്തി ഇവക്ക് ഉണ്ടല്ലോ. പിന്നെ എന്നോടും അമ്മയോടും മോഹനേട്ടനോടൊക്കെ ഇവൾ ബഹുമാനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവളെ സംശയിക്കാൻ പറ്റില്ല. പിന്നെ വായിക്കുന്നതാണ്, ഇവൾ അച്ഛനോ അമ്മയോ എന്ത് പറഞ്ഞാലും കൃത്യസമയം പാലിച്ച് അത് ഉണ്ടാക്കി തരും എന്ന് പറയുന്നുണ്ട്. അതൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മനോരമ. ഹലോ, നീ എന്തെടുക്കുക? ആൻറ്റി, ഞാൻ തയ്ക്കുന്നത് കണ്ടില്ലേ? എൻ്റെ മൈ ഗോഡ്, തറുതലയോ? അതെ, തയ്ച്ചതൊക്കെ മതി. ഞാൻ നിനക്കൊരു ടാസ്ക് തരാൻ വേണ്ടിയിട്ട് പോവാണ്. ആൻറ്റി, ഞാൻ തയ്ക്കുന്നത് കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് പോരെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മൈ ഗോഡ്, വീണ്ടും തറുതലയോ? ഇറ്റ്സ് നോട്ട് അലൗ. അപ്പോൾ എല്ലാവരോടും ബഹുമാനമുണ്ടെന്നത് നീ സെറ്റിട്ടതാണല്ലേ. ആദ്യം മദർ ഇൻ ലോ പറയുന്നത് കേൾക്കണം. അത് നല്ലൊരു ഡോട്ടർ ഇൻ ലോ ആവാനുള്ള സൈനാണ്. ഞാൻ പറയുന്നത് കേൾക്ക്, നീ എൻ്റെ കൂടെ വാ, കം വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി അങ്ങ് പിടിച്ചോണ്ട് പോവാട്ടോ അടുക്കളയിലോട്ട്.
തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അശ്വിനാണെങ്കിൽ ബാൽക്കണിയിൽ നിന്നിട്ട് ആ പേപ്പറൊക്കെ ഇങ്ങനെ നോക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലാണ്. വെൽക്കം ശ്രുതികുമാരി ലക്ഷ്മി. അവസാനം നിനക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നല്ലേ. ഈ വീട്ടിൽ ഇന്ന് വരെ അശ്വിൻ സായിറാം വിചാരിച്ചതൊന്നും നടക്കാതെ പോയിട്ടില്ല. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നീ അതിന് ചേഞ്ച് ഒന്നും വരുത്താൻ ശ്രമിക്കണ്ട. ശ്രമിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് ഇവിടെയുള്ളവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കും അതിൽ മാറ്റമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ മുന്നിൽ ജയിക്കാൻ നിനക്കാവില്ല ശ്രുതികുമാരി ലക്ഷ്മി. അതെ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, എനിക്ക് എൻ്റെ ചേച്ചി സൈൻ ചെയ്ത പേപ്പർ വേണം എന്ന് പറയണേ. കാരണം എൻ്റെ ചേച്ചിയുടെ ജീവനാണ് ആ പേപ്പറിലുള്ളത്. യെസ്, ഐ നോ. എത്ര വിലപിടിപ്പുള്ളതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഫയലിൽ അത് ഭദ്രമായിരിക്കും എന്ന് അശ്വിൻ പറയണേ. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചില്ലേ. എന്താ പിന്നെ എനിക്ക് ആ പേപ്പർ തന്നാൽ? ദൈവത്തെ ഓർത്ത് എനിക്ക് ആ പേപ്പർ തരൂ എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം ഞാൻ തന്നെയാണ് ശ്രുതികുമാരി ലക്ഷ്മി. നിന്റെ പേപ്പേഴ്സ് ദൈവം എന്ന എൻ്റെ ഫയലിൽ തന്നെ ഭദ്രമായിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേപ്പർ എടുത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇല്ല, ഞാൻ ഇത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ പേപ്പർ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയാണ് കേട്ടോ. പിന്നാലെ നമ്മുടെ അശ്വിനും ഉണ്ട്. ശ്രുതി, നിന്നോട് ആ പേപ്പർ എനിക്ക് തരാനാ പറഞ്ഞത്. ഇല്ല, തരില്ല. ഇത് എൻ്റെ ചേച്ചിയുടെ ജീവിതം നിങ്ങളുടെ കയ്യിലിരുന്നാൽ ശരിയാവില്ല. ശ്രുതി, നിന്നോട് മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് തരാനാ പറഞ്ഞത്. തരില്ലെന്ന് പറഞ്ഞില്ലേ? നീ എന്താ അത് കീറിക്കളയോ? ആ, ചെയ്യും. എങ്കിൽ അതൊന്ന് കാണാനല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അങ്ങ് ഓടി പോവാണ് കേട്ടോ റൂമിലോട്ട്. എന്നിട്ട് കട്ടിലിന്റെ ആ ഭാഗത്തും ഈ ഭാഗത്തും അശ്വിനും ശ്രുതിയും നിൽക്കുന്നുണ്ട്. ഇടി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചാടുകയാണ് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ ആ ബാൽക്കണിയിൽ നിന്ന് എടുത്തു ചാടും. അതോടെ തീരുമല്ലോ നിങ്ങളുടെ അഹങ്കാരം എന്ന് പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മനോരമയാണെങ്കിൽ പ്രീതിയെ കൊണ്ട് അടുക്കളയിൽ എത്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രീതി സാമ്പാറിന് ഇങ്ങനെ അരിയുന്ന സമയത്ത് ഒരു കൂട്ടം ഉള്ളി എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ മാറ്റിവെച്ച് 1 മിനിറ്റ് കൊണ്ട് ഇത് അരിഞ്ഞു തീർക്കണം. അതാണ് ഞാൻ പറഞ്ഞ ടാസ്ക്. ഈ നല്ലൊരു മരുമോളാണോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്തോണ്ട്, ഇതല്ലേടി ടൈമർ? ആ ആൻറ്റി, എങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഞെക്കാണ്. അപ്പോഴേക്കും നമ്മുടെ പ്രീതി ഉള്ളിലൊക്കെ തോലൊളിച്ച് അരിയുന്നുണ്ട്. കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ടാണ് കേട്ടോ അരിയുന്നത്. അങ്ങനെ 1 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്